തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലെ ഒരു പബ്ബിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരിൽ 22 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് ബാങ്കോക്ക് ഗവർണർ അറിയിച്ചു. ദുരന്ത സ്ഥലം തായ്ലൻഡ് പ്രധാനമന്ത്രി അനുദിൻ നേരിട്ട് സന്ദർശിച്ചു. വടക്കൻ ബാങ്കോക്കിലെ നാലാൻ പ്രോ പമ്പിൽ അർദ്ധരാത്രിക്ക് ശേഷമാണ് അപകടമുണ്ടായത്. പബ്ബിൽ സംഗീത പരിപാടി നടന്നുകൊണ്ടിരിക്കെ സ്റ്റേജിന് സമീപമുള്ള സർക്യൂട്ട് ബ്രേക്കറിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി അവിടെയുണ്ടായിരുന്ന ഒരു സംഗീതജ്ഞൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. തൊട്ടു പിന്നാലെ വലിയൊരു സ്ഫോടനത്തോടെ വൈദ്യുതി നിലയ്ക്കുകയും പബ്ബിനുള്ളിൽ നിമിഷങ്ങൾക്കകം തീ പടരുകയുമായിരുന്നു. കെട്ടിടത്തിനുള്ളിൽ കനത്ത കറുത്ത പുക നിറഞ്ഞതോടെ ആളുകൾക്ക് പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്താനായില്ല. ഭയചകിതരായ ആളുകൾ പ്രവേശന കവാടത്തിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പുകയിൽ നിന്നും തീയിൽ നിന്നും രക്ഷപ്പെടാൻ പലരും കെട്ടിടത്തിന് പിന്നിലുള്ള ശുചിമുറിയിലേക്ക് ഓടിക്കയറിയതായും ഭൂരിഭാഗം മൃതദേഹങ്ങളും അവിടെ നിന്നാണ് കണ്ടെടുത്തതെന്നും പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വിവരമറിഞ്ഞ് എത്തിയ ഫയർഫോഴ്സ് സംഘം ഏകദേശം 30 മിനിറ്റോളം കഠിന ശ്രമം നടത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അധികൃതർ വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2022 കിഴക്കൻ തായ്ലൻഡിലെ ഒരു മ്യൂസിക് പമ്പിലുണ്ടായ തീപിടുത്തത്തിലും 14 പേർ മരിച്ചിരുന്നു. 2009 പുതുവത്സര ദിനത്തിൽ ബാങ്കോക്കിലെ സാന്റിക്ക നൈറ്റ് ക്ലബിലുണ്ടായ വൻ ദുരന്തത്തിൽ 66 പേർ മരിക്കുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.